മാണിക്യ വീണയുമായൻ എന്നുള്ള പാട്ടിൻ്റെ അനുപല്ലവി അതാണ് നമുക്ക് എടുക്കേണ്ടത്. എന്ന് ഇപ്പോൾ ശങ്കരാഭരണം രാഗമാണ്, 2 ശ്രുതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അനുപല്ലവി നോക്കുക. ശരി, പല്ലവിയൊക്കെ ക്ലിയറായി പഠിച്ചു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനിട്ടാണ്, പഠിച്ചോളണം എല്ലാവരും. എൻ മുഖം കാണുമ്പോൾ അതിൻ്റെ സ്വരം സ ഗ പ സ. കണ്ടില്ലേ, വിരൽ കണ്ടില്ലേ, ഇങ്ങനെ വെച്ചത്. തമ്പ് മിഡിൽ റിംഗ് ഫിംഗർ. സ ഗ പ സ സ ഗ പ മ. എൻ മുഖം കാണുമ്പോൾ സ ഗ പ സ. പസ എന്നുള്ള ഇവിടെ ഉണ്ട് കേട്ടോ, അതാണ്. സ ഗ പ സ സ ഗ പ മ. ഇങ്ങനെ വായിക്കുന്നുണ്ട്. എൻ മുഖം കാണുമ്പോൾ സ ഗ പ സ സ ഗ പ മ. പിന്നെ നിൻ കൺമുനകളിൽ മാ പദ മ മ പദ മാ പദ മ. കണ്ടില്ലേ, മാ പദ മ മ പദ മാ പദ മ പദ. രണ്ടും കൂടി പാടിത്തരാം. സ ഗ പ സ സ ഗ പ മ പദ മ പദ. ഒന്നുകൂടി. എൻ മുഖം കാണുമ്പോൾ നിൻ കണ്ണ് മുനകളിൽ സ ഗ പ സ സ ഗ പ മ പദ മ പദ. ഓക്കെ. എന്തിത്ര ദസനീപ. ദസനീപ ദൈവതം. എന്തിത്ര കോപത്തിൻ ദപമ. ദസനീപ ദപമ. എന്തിത്ര കോപത്തിൻ. തിന്നാണ് സിലബസ് ഇവിടെ വരുന്നുണ്ട്. ദസനീപ ദപമ പ പ പ. ദസനീപ ദപമ പ പ പ. എന്തിത്ര കോപത്തിൻ സിന്ദൂരം. ദസനീപ ദപമ പ പ പ. അത്ര മതി. എന്നടുത്തെത്തുമ്പോൾ മ പദ പ മഗരി. എന്നടുത്തെത്തുമ്പോൾ മ പദ പ മഗരി. മ പദ പ മഗരി. എന്നടുത്തെത്തുമ്പോൾ. ഇതാണ് സിലബസ്. ഇങ്ങനെയാ. എന്നടുത്തെത്തുമ്പോൾ മ പദ പ മഗരി. മറ്റു കാര്യം വായിക്കാം. എന്നടുത്തെത്തുമ്പോൾ മ പദ പ മഗരി. എന്ത് ചോദിക്കലും രിഗ മഗ സ സ നി പ. എന്ത് ചോദിക്കലും രിഗ മഗ സ സ നി പ. എന്ത് ചോദിക്കലും രിഗ മഗ സ സ നി പ. രിഗ മഗ സ സ നി പ. എന്ത് ചോദിക്കലും രിഗ മഗ സ സ നി പ. എന്തിനാ എന്തിനാ. പാദ ധ പ പാഗ ഗ സ. പാദ ധ പ പാഗ ഗ സ. പാദ ധ പ പാഗ ഗ സ. എന്തിനാ എന്തിനാ. കണ്ടോ, പാദ ധ പ പാഗ ഗ സ. നീ മൗനം. രി സാരി ഗരി സരി രി സ സ. സരി രി സ സ. പാദ ധ പ പാഗ ഗ സ.
രി രി സ സ. എന്തിനാണീ മൗനം പാദദ പാഗഗസ സരിരി സസ. പിന്നെ മാണിക്യ അങ്ങനെ പോവുക. ഇപ്പം പല്ലവിയായി അനുപല്ലവിയായി. ഈ അനുപല്ലവി പോലെ തന്നെ ശരണം വായിക്കാൻ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും നല്ലോണം പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെയും 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 സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ അടുത്തുനിന്ന് ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും, ഓൺലൈൻ ക്ലാസ്സിൽ. അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വേണ്ടെങ്കിൽ നല്ലോണം പഠിച്ചോളുക. നന്നായി പഠിച്ച് നല്ലൊരു ഹാർമോണിസ്റ്റായി മാറാം. ഇനി നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകൾ ഞാനിങ്ങനെ പഠിപ്പിച്ചിരുന്നുണ്ട് കേട്ടോ. കുറേ പാട്ടുകൾ. ജനങ്ങൾക്ക് തീരെ സമയമില്ല, ശാസ്ത്രീയമായിട്ടൊന്നും അറിയണ്ട, ഒക്കെ പാട്ട് മതി. അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട് എന്നെ വിളിക്കുന്നു. അവർക്ക് ഒന്നും ശരിക്കും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. പഠിക്കട്ടെ, എല്ലാവരും പഠിക്കും. ശരി, ഓക്കെ.